ഇന്ന് വന്നൊരു ഇംഗ്ലീഷ് പത്രം, സോണിയ കാൾസ് ജോസ് ഇൻവൈറ്റ്സ് KCM ടു റീജോയിൻ UDF എന്ന് പറഞ്ഞ് കോട്ടയത്തു നിന്ന് എഴുതുകയാണ്. അപ്പോൾ TJ ശ്രീലാൽ അതേക്കുറിച്ച് എഴുതുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഒന്ന് പറയാം. സോണിയാഗാന്ധി ജോസ് കെ മാണിയെ വിളിച്ചു UDFൽ വീണ്ടും ജോയിൻ ചെയ്യുന്നതിന് പങ്കാളിയാവുന്നതിനെക്കുറിച്ച് UDFിലേക്ക് വരുന്നതിന് വേണ്ടി വിളിച്ചു എന്നാണ്. അപ്പോൾ അദ്ദേഹം ശ്രീലാൽ എഴുതുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഡൽഹിയിലെ കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് ശ്വാസകോശത്തിൽ അണുബാധയുണ്ടായ സോണിയാഗാന്ധി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി 10 ജൻപത്തിലെ വീട്ടിൽ വിശ്രമത്തിലായിരുന്നു. ഇതിന് പിന്നാലെ ബ്രോങ്കിൽ ആസ്മയുടെ ചികിത്സയ്ക്കായി അവരെ കഴിഞ്ഞ തിങ്കളാഴ്ച ദില്ലിയിലെ സർ ഗംഗാറാം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് ശേഷം 11-ാം തീയതി ഞായറാഴ്ചയാണ് സോണിയാഗാന്ധി ആശുപത്രി വിട്ടത്. അതായത് ഈ വാർത്ത വരുന്നതിന് ഒരു ദിവസം മുമ്പ് മാത്രം. ശ്വാസതടസ്സത്തിന് ആശുപത്രിയിലായ സോണിയാഗാന്ധി ഡിസ്ചാർജ് ചെയ്ത് വന്നതിന് തൊട്ടു പിന്നാലെ ആദ്യം ചെയ്ത് ജോസ് കെ മാണിയെ വിളിച്ച് UDFിൻ്റെ ഭാഗമാകണമെന്ന് അഭ്യർത്ഥിക്കുകയായിരുന്നു എന്നാണോ ഈ വാർത്ത വായിച്ച് മനസ്സിലാക്കേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. ഇത്തരം ചോദ്യങ്ങൾ ഈ വാർത്തകളുമായി ബന്ധപ്പെട്ട്, ഈ വാർത്തകളുടെ ക്രെഡിബിലിറ്റി ഇല്ലായ്മ, ഒരു തരി പോലും വിശ്വാസ്യതയില്ലാത്ത വാർത്തകൾ ഇങ്ങനെ വരുമ്പോൾ അതിനെ പഴയ കാലം പോലെയല്ല, കൃത്യമായി ചോദ്യം ചെയ്യപ്പെടുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിന് കൊടുക്കുന്ന അവസാനത്തെ ഒരു കാര്യം കൂടി, കളമൊരുക്കാനുള്ള കഷ്ടപ്പാടുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇതിലൂടെ വിശദീകരിക്കുന്നത്, അല്ലെങ്കിൽ ചൂണ്ടിക്കാട്ടുന്ന നിരീക്ഷണം ആ വിധത്തിൽ പോവുകയാണ്.